എൻ്റെ പേര് സജീവ്. ഞാൻ മസ്കറ്റിൽ നിന്നാണ് വരുന്നത്. എൻ്റെ മോനാണ് ആദവ്. കണ്ണിൻ്റെ പ്രോബ്ലമായിട്ട് അവിടെ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോഴത്തേനും കണ്ണാടി വെക്കാൻ പറഞ്ഞു. ലൈഫ് ലോങ് ആയിട്ട് വെക്കണം എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് നമ്മുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പോഴാണ് അവർ തിരുവല്ലയിലുള്ള സുദർശന ആയുർവേദ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുന്നതും പിന്നെ ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേനും വൈഫിൻ്റെ കൂട്ടുകാരി ഒരാളുണ്ടായിരുന്നു. അവളുടെ കൊച്ചിനെ ഇവിടെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. കണ്ണാടി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സെയിം പ്രായം, 9 ഇയേഴ്സ്. ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഇപ്പം നോർമലായി, കണ്ണാടി വെക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കോൺടാക്റ്റ് ചെയ്തു. ഡോക്ടറെ വിളിച്ച് സംസാരിച്ചു. 10 ദിവസത്തെ ലീവിന് ഞങ്ങൾ വന്നതാണ്. വന്നന്ന് ഡോക്ടർ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ലൈൻ പോലും സംസാരിക്കുന്നില്ല, അത് വായിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഇന്ന് ഞങ്ങളുടെ 10 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. ഡോക്ടറൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അവന് 4 വരി സംസാരിക്കാനും പറ്റുന്നുണ്ട്. അതുകൂടെ തന്നെ കാഴ്ചയുള്ള കണ്ണിന് കുറച്ചും കൂടെ കൂടുതലായി. അത് അന്നേരം 6 ഉള്ളായിരുന്നു. അപ്പോൾ അതിൽ കൂടുതൽ അവന് ക്ലിയർ ആയിട്ടത് വായിക്കാനും പറ്റുന്നുണ്ട്. ഞാൻ അതിയായ സന്തോഷത്തിലാണ് എന്നൊരു അച്ഛനെന്ന നിലയ്ക്ക്. അതുകൂടാതെ തന്നെ ഇവിടുത്തെ ഡോക്ടറാണേലും ബാക്കി സ്റ്റാഫുകളെല്ലാം നമ്മളെ സഹോദര തുല്യമായിട്ടാണ് കാണുന്നതും. അതുപോലെയുള്ള സൗഹൃദപരമായ ഇടപെടലാണ്. പ്രത്യേകിച്ച് പറയാനുള്ളത്, നമുക്കിവിടെ താമസിക്കാനുള്ള റൂമും കാര്യങ്ങളെല്ലാം നമ്മുടെ വീട് പോലെ തന്നെ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതുപോലെ ഹൗസ് കീപ്പിംഗ് ആണേലും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് നമ്മുടെ മെസ്സ്, ക്യാൻറ്റീനും രാവിലത്തെ ഉച്ചയ്ക്കത്തെ വൈകിട്ടത്തെ ഫുഡും എല്ലാ കാര്യങ്ങളും വീട്ടിൽ നിൽക്കുന്ന പോലെ നമുക്ക് എല്ലാ സൗകര്യങ്ങളും നമുക്ക് ചെയ്തു തന്ന് 10 ദിവസം ഇവിടെ നമ്മൾ ഹാപ്പി ആയിട്ടാണ് പോകുന്നതും. കൊച്ചിൻ്റെ ട്രീറ്റ്മെൻറ്റിലും നല്ല ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ട്. എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എനിക്കിപ്പോൾ 4 ലൈൻ വരെ കാണാം.